എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇന്ത്യൻ ആരാധകർ കാത്തിരുന്ന T20 ലോകകപ്പ് വന്നിരിക്കുകയാണ്. ജൂൺ 2 മുതൽ ആയിരിക്കും വേൾഡ് കപ്പിന് തിരികൊളുത്തുന്നത്. അതിനു മുന്നോടിയായി ഇന്ത്യ സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുടെ എതിരാളികൾ. ജൂൺ 1 ശനിയാഴ്ച രാത്രി 8 മണിക്ക് മുതലായിരിക്കും ഈ തീപാറും പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിനുള്ള പ്ലേയിങ് 11 പുറത്തു വന്നിരിക്കുകയാണ്. ഏകദിന ലോകകപ്പ് ഓസ്ട്രേലിയ കൊണ്ടുപോയി. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കപ്പ് നേടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് നിർണായകമാണ്. എന്ത് വില കൊടുത്തും ഈ ഒരു വേൾഡ് കപ്പ് നേടാൻ തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ വമ്പൻ താരങ്ങളാണ് അണിനിരക്കുന്നത്. ഇന്ത്യ നിലവിൽ ഗ്രൂപ്പ് എയിലാണ് ഉള്ളത്. പാകിസ്ഥാൻ, കാനഡ, അയർലൻഡ്, അമേരിക്ക എന്നിവരാണ് ഇന്ത്യക്കൊപ്പം ഗ്രൂപ്പ് എയിൽ ഉള്ളത്. അതിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ഇന്ത്യ ഈസിയായി ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ സാധ്യത 11 പുറത്തു വന്നിരിക്കുകയാണ്. ആരൊക്കെയാകും ആദ്യ 11-ൽ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ ജയ്സ്വാൾ സഖ്യം തന്നെയായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി കളിക്കും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് ഇറങ്ങുമ്പോൾ 5-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയി മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടാകും. സഞ്ജു ഇപ്പോൾ മിന്നും ഫോമിലാണ് കളിക്കുന്നത്. സഞ്ജു കൂടെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതോടെ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തിയായി. സഞ്ജുവിന് ഇതൊരു വലിയ അവസരമാണ്. ഇതിൽ തിളങ്ങിയാൽ സഞ്ജു പിന്നെ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി മാറും. ഫിനിഷർമാരായി ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ എന്നിവരും ടീമിൽ ഉണ്ടാകും. സ്പിന്നർമാരായി ജഡേജയും കുൽദീപും ടീമിൽ ഇടം നേടുമ്പോൾ ബുംറ, അർഷദീപ് സിംഗ്, സിറാജ് എന്നിവർ ആയിരിക്കും ഇന്ത്യൻ നിരയിലെ പേസർമാർ. ഇന്ത്യയുടെ ആദ്യ മാച്ചിൽ ഋഷഭ് പന്ത് കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. സഞ്ജു മികച്ച കഴിവുള്ള താരമാണ്. ഈ ഒരു സന്നാഹ മത്സരത്തിൽ തിളങ്ങിയാൽ സഞ്ജുവിന് പിന്നീടുള്ള എല്ലാ മത്സരത്തിലും അവസരം ലഭിക്കും. സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ ബംഗ്ലാദേശിന് സാധിക്കുമോ എന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഇപ്പോൾ ദുർബലരാണ്. ബംഗ്ലാദേശിനെ ഇന്ത്യ ഈസിയായി തോൽപ്പിക്കും എന്നത് ഉറപ്പാണ്. ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായ രോഹിത്തും കോഹ്ലിയും ഈയൊരു വേൾഡ് കപ്പിൽ കത്തിക്കയറിയാൽ ഇന്ത്യ ലോകകപ്പ് ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.